My dear students, കഴിഞ്ഞ ക്ലാസ്സിൽ ഇക്വലൻസ് റിലേഷന്റെ പ്രോബ്ലംസ് ആണ് സോൾവ് ചെയ്തത്. കുറച്ച് പ്രോബ്ലം കൂടി ഉണ്ട്, അത് നമുക്ക് ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. Problem 15. Let A is equal to ABCD. Write a relation on A which is reflexive only. Reflexive മാത്രമാകുന്ന ഒരു റിലേഷൻ ഈ 4 ലെറ്റേഴ്സ് ഉപയോഗിച്ച് നമുക്ക് ഫോം ചെയ്യാം. Write a relation on A which is reflexive only. Reflexive മാത്രമേ ആകാൻ പറ്റുള്ളൂ. റിഫ്ലെക്സീവ് ആകാന്ന് പറഞ്ഞാൽ എന്ത് വേണം? A ഉണ്ടെങ്കിൽ A വേണം, BB, CC, DD ഇത് 4 ഉണ്ടാവണം. റിഫ്ലെക്സീവ് ആണ്, അതോടൊപ്പം സിമെട്രിക് ആണ്, അതോടൊപ്പം എന്താണ് അത് ട്രാൻസിറ്റീവ് ആവും. റിഫ്ലെക്സീവ് ഒള്ളി എന്ന് പറഞ്ഞാൽ എന്താ ചെയ്യണ്ടേ? A ഉണ്ടാവണം, BB, CC, DD അതോടൊപ്പം അതെന്താണ് സിമെട്രിക് ആവരുത്, ട്രാൻസിറ്റീവ് ആവരുത്. നോക്കാം, മനസ്സിലേക്ക് നോക്കാം. A, BB, CC, DD ഒന്നും റിഫ്ലെക്സീവ് ആണ്. ഇത് മാത്രം എഴുതിയാൽ ഇത് സിമെട്രിക്കും ആണ്. A തിരിച്ചെഴുതിയ A തന്നെയാണ്, ട്രാൻസിറ്റീവും ആണ്. അത് സിമെട്രിക്കും ട്രാൻസിറ്റീവും ആകാതിരിക്കണമെങ്കിൽ ഏറ്റവും മിനിമം നമ്പർ നമ്മൾ എത്ര ഓർഡേഡ് പേഴ്സ് ആഡ് ചെയ്യണം? AB ആഡ് ചെയ്തു, BA ഇവിടെ ഇല്ല, അതുകൊണ്ട് അത് എന്തായി? സിമെട്രിക് ആയി. AB ഉണ്ട്, BC ഉണ്ട്, AC ഇല്ല. അപ്പൊ നമ്മൾ അധികമായിട്ട് ആഡ് ചെയ്തത് ABയും BCയും ആണ്. അങ്ങനെ ആയപ്പോൾ എന്തായി? റിഫ്ലെക്സീവ് ആണ്, സിമെട്രിക് അല്ല, ട്രാൻസിറ്റീവ് അല്ല. അങ്ങനെയുള്ള ഒരു റിലേഷൻ ആയി മാറി. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. റൈറ്റ് എ റിലേഷൻ വിച്ച് ഈസ് റിഫ്ലെക്സീവ് ആൻഡ് സിമെട്രിക് ബട്ട് നോട്ട് ട്രാൻസിറ്റീവ്. റിഫ്ലെക്സീവ് ആകണം, സിമെട്രിക് ആകണം. ആദ്യം പറഞ്ഞ പോലെ റിഫ്ലെക്സീവ് എന്ന് പറഞ്ഞാൽ 4 അതേ പേര് A, BB, CC, DD. റിഫ്ലെക്സീവ് ആകണം, സിമെട്രിക് ആകണം. AB നമ്മൾ ഇട്ടാൽ അതോടൊപ്പം എന്തിനും ഇടണം? BA ഇടണം. AB ഉണ്ടെങ്കിൽ അതോടൊപ്പം BA ഇടണം. ഇനി ട്രാൻസിറ്റീവ് ആകരുത്, അതായത് AB ടു BA ഇട്ടാൽ അത് A വരും, ട്രാൻസിറ്റീവ് ആകും. ട്രാൻസിറ്റീവ് ആകാതിരിക്കണമെങ്കിൽ വേറൊരു എലമെന്റ് കൊടുക്കുക. AB, BC. ABയും BCയും വരുമ്പോൾ എന്തുണ്ടാവണം? ട്രാൻസിറ്റീവ് ആകണമെങ്കിൽ AC ഉണ്ടാവണം. AC ഇവിടെ ഇല്ല, അതുകൊണ്ട് അത് എന്തല്ല? ട്രാൻസിറ്റീവ് അല്ല. എന്തിനാ പിന്നെ CB നമ്മളിവിടെ ആഡ് ചെയ്തത്? BC ഉണ്ടെങ്കിൽ എന്തുണ്ടാവണം? അത് സിമെട്രിക് ആകണമെങ്കിൽ BC നമ്മൾ ഇടുമ്പോൾ ഇത് സിമെട്രിക് ആകണം. സിമെട്രിക് ആകണമെങ്കിൽ എന്തുണ്ടാവണം? അവിടെ BCയെ തിരിച്ചെഴുതുന്ന CB ഉണ്ടാവണം. അതുകൊണ്ടാണ് ഈ CB ഇവിടെ ആഡ് ചെയ്തത്. BC ഇട്ട് കൊടുത്തു, AB, BC ഇട്ടു, AC ഇല്ല, ട്രാൻസിറ്റീവ് അല്ല. പക്ഷെ BC മാത്രമായാൽ അത് സിമെട്രിക് ആവില്ല. അപ്പൊ BCയുടെ കൂടെ എന്തുകൾ ഇട്ടു? CB കൂടി ഇട്ടാൽ അതെന്തായി മാറി? ഇത് എന്താണ്? സിമെട്രിക് ആയി. ഇത് സിമെട്രിക് ആണ്, പക്ഷെ AB, BC ഉണ്ട്, AC ഇതിനകത്തില്ല, അതുകൊണ്ട് അത് എന്തല്ല? ട്രാൻസിറ്റീവ് അല്ല. റൈറ്റ് എ റിലേഷൻ വിച്ച് ഈസ് ട്രാൻസിറ്റീവ് ഒള്ളി. ട്രാൻസിറ്റീവ് മാത്രമുള്ളതെല്ലാം വളരെ ഈസിയാണ്. അപ്പൊ നമ്മൾ റിഫ്ലെക്സീവ് ഒരെണ്ണം കുറയ്ക്കുക, അല്ലെങ്കിൽ റിഫ്ലെക്സീവ് ഒന്നും എഴുതാതിരിക്കുക. A, BB, CC. AB എഴുതി, BA എഴുതാതിരിക്കുക, സിമെട്രി ഇല്ല. AB, BC എഴുതി, AC എഴുതുന്നു, അതെന്താണ്? ട്രാൻസിറ്റീവ് ഒള്ളിയാണ്. റിഫ്ലെക്സീവ് അല്ല, സിമെട്രിക് അല്ല, ട്രാൻസിറ്റീവ് മാത്രം. നാലാമത്തെ, റൈറ്റ് ദ സ്മോളസ്റ്റ് ഇക്വലൻസ് റിലേഷൻ. ഒരു ചെറിയ ഏറ്റവും ഉണ്ടാക്കാവുന്ന ഏറ്റവും ചെറിയ ഒരു ഇക്വലൻസ് റിലേഷൻ എഴുതണം. ദാറ്റ് ക്യാൻ ബി ഡിഫൈൻഡ് ഓൺ A. ഈ Aയിൽ ഡിഫൈൻ ചെയ്യാവുന്ന ഏറ്റവും ചെറിയ ഇക്വലൻസ് റിലേഷൻ ഏതായിരിക്കും? ഏതാണ്? അതൊരു ഐഡന്റിറ്റി റിലേഷൻ തന്നെയായിരിക്കും. A, BB, CC, DD ആണ് സ്മോളസ്റ്റ് ഇക്വലൻസ് റിലേഷൻ. ഒരു റിലേഷന്റെ സ്മോളസ്റ്റ് ഇക്വലൻസ് റിലേഷൻ കിട്ടാൻ പറഞ്ഞാൽ അതെന്ത് AA, BB, CC, DD. കാരണം ഇത് തിരിച്ചെഴുതിയ സിമെട്രിക് ആണ്. ഇത് ഏത് എലമെന്റിന്റെ കോമ്പിനേഷൻ എടുത്താലും അത് ട്രാൻസിറ്റീവ് ആയിരിക്കും. സ്മോളസ്റ്റ് ഇക്വലൻസ് റിലേഷൻ എഴുതാൻ പറഞ്ഞാൽ AA, BB, CC, DD എഴുതുക. ഇതൊരു സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഇങ്ങനത്തെ റിലേഷൻസ് ഫോം ചെയ്യാൻ ചോദിക്കാം. അടുത്ത ക്വസ്റ്റ്യൻ. Let R be a relation defined on the set of all triangles. ഇവിടുത്തെ സെറ്റ് എന്ന് പറഞ്ഞാൽ set of all triangles in the plane by R is equal to T1, T2. T1 is similar to T2. T1, T2വിനോട് സിമിലർ. ഈ സിമിലർ എന്നുള്ളത് സ്കൂളുകൾ നമ്മൾ പഠിച്ചോ? സിമിലർ, കോൺഗ്രുവൻസ് ഒക്കെ. T1, T2വിനോട് സിമിലർ ആണ്. Show that R is an equivalence relation. ഇതാണ് നമ്മുടെ ഫസ്റ്റ് ടാസ്ക്. R ഒരു equivalence relation ആണ് പ്രൂവ് ചെയ്യണം. Here the second question, among the right angle triangles T1 with sides 3, 4, 5,
T2 with sides 5, 12, 13 and T3 with sides 6, 8, 10. Which and triangles T1, T2 and T3 are related? ഇതിൽ ഏതൊക്കെയാണ് റിലേഷൻ ഉള്ളത്? ആ റിലേഷൻ വരുന്ന ട്രയാങ്കിൾസ് ഈ പറയുന്ന മൂന്നെണ്ണത്തിലേതാണ്. പിന്നെ നമുക്ക് പറയാം. ആദ്യം ഇക്വലൻസ് റിലേഷൻ ആണ് പ്രൂവ് ചെയ്യണം. ഇക്വലൻസ് റിലേഷൻ ആണ് ട്രയാങ്കിളിലാണ് ആ ഇക്വലൻസ് റിലേഷൻ ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. T1 എന്ന് പറയുന്ന ട്രയാങ്കിൾ T1നോട് സിമിലർ ആണ്. കാരണം നമുക്ക് ഉറപ്പായിട്ട് പറയാം T1നോട് സിമിലർ ആണ്. അതുകൊണ്ട് അത് എന്തായിരിക്കും? റിഫ്ലെക്സീവ് ആയിരിക്കും. R is reflexive since T1 element of R. T1 is similar to T1. ഇത് സിമെട്രിക് ആണ്. സിമെട്രിക്കിൽ T1 ഇതിന്റെ സൈസിൽ മാത്രമേ സിമിലാരിറ്റി വ്യത്യാസം വരുള്ളൂ. T1 T2 ബാക്കി എല്ലാം ഒരുപോലെ ഇരിക്കും. T1 T2നോട് സിമിലർ ആണെങ്കിൽ T2 T1നോട് സിമിലർ ആയിരിക്കും. അപ്പൊ എന്താ എഴുതാം? T1 T2 element of R implies T2 T1 element of R. Therefore R is symmetric. Transitivity ചെക്ക് ചെയ്യാം. T1 T2നോട് സിമിലർ ആണ്. T2 T3യോട് സിമിലർ ആണ്. അങ്ങനെയാണെങ്കിൽ T1ഉം T3യും എന്തായിരിക്കും? സിമിലർ ട്രയാങ്കിൾസ് ആയിരിക്കും. സിമിലർ ട്രയാങ്കിൾസ് ആയതുകൊണ്ട് ട്രാൻസിറ്റീവ് ആണ്. R is transitive because T1 T2 element of R, T2 T3 element of R implies T1 T3 element of R. ഇതെന്താണ്? റിഫ്ലെക്സീവ് ആണ്, സിമെട്രിക് ആണ്, ട്രാൻസിറ്റീവ് ആണ്. ഇതുപോലെ തന്നെയാണ് കോൺക്ലുവൻസ് പ്രൂവ് ചെയ്യുക. കോൺക്ലുവന്റ് എന്ന് പറഞ്ഞാലും റിഫ്ലെക്സീവ്, സിമെട്രിക്, ട്രാൻസിറ്റീവ് ആയിരിക്കും. ഇത് മൂന്നും ഉള്ളത് കൊണ്ട് ഈ റിലേഷൻ എന്ത് റിലേഷൻ ആണ്? ഇക്വലൻസ് റിലേഷൻ ആണ്. R is an ഇക്വലൻസ് റിലേഷൻ. ഇനി നമ്മൾ കൺസിഡർ ചെയ്യുന്നത് സെക്കൻഡ് പാർട്ട് ആണ്. Among the right angle triangle, ഒരു 3 ട്രയാങ്കിൾസ് ഇവിടെ തന്നിട്ടുണ്ട്. അതിന്റെ സൈഡ്സ് തന്നിട്ടുണ്ട്. ഇത് സിമിലർ ആണോ, ഇത് റിലേറ്റഡ് ആണോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇത് സിമിലർ ആണെങ്കിൽ അതിന്റെ റേഷ്യോസ് ഈക്വൽ ആയിരിക്കും. അത് നമ്മൾ സ്കൂളിൽ പഠിച്ച ഒരു റിസൾട്ട് ആണ്, ബേസിക് പ്രൊപ്പോർഷണാലിറ്റി തിയറം. അത് ഓർക്കുന്നുണ്ടെങ്കിൽ പ്രശ്നമില്ല. T1 is similar to T3. അതിന്റെ റീസൺ ഇതാണ്. 3/6 is equal to 4/8 is equal to 5/10. അതിന്റെ കറസ്പോണ്ടിങ് സൈഡ്സിന്റെ റേഷ്യോസ് ഈക്വൽ ആയിരിക്കും. ഇതുമായിട്ട് അത് റേഷ്യോ ഈക്വൽ അല്ല. 3, 4, 5ഉം 5, 12, 13ഉം റേഷ്യോ ഈക്വൽ അല്ല. അതേസമയം ഈ ഫസ്റ്റ് T1ഉം T3യുമായിട്ടുള്ള റേഷ്യോ ഈക്വൽ ആണ്. ഇത് രണ്ടും എല്ലാം വരുന്നത് 1/2ലേക്കാണ്. അതുകൊണ്ട് ഈ പറയുന്ന T1 ഏതിനോടാണ് റിലേറ്റ് ചെയ്തിരിക്കുന്നത്? T1 is related to T3. ഇനി നമ്മൾ ഇത്രയും പ്രോബ്ലംസ് കൺസിഡർ ചെയ്തു. ഇനി ഗ്രാഫിക്കൽ റെപ്രസെന്റേഷൻ ആണ്. ഗ്രാഫിക്കൽ റെപ്രസെന്റേഷൻ നിങ്ങൾക്ക് മനസ്സിലാവണമെങ്കിൽ നിങ്ങൾ അതിന്റെ ഓൾജിബ്രിക് റെപ്രസെന്റേഷൻ കൃത്യമായിട്ട് പഠിച്ചിരിക്കണം. എന്നാലേ ഉള്ളൂ ഗ്രാഫിക്കൽ റെപ്രസെന്റേഷൻ ക്ലിയർ ആവുള്ളൂ. അതിന് ഒരു ക്ലാരിഫിക്കേഷൻ കിട്ടാനാണ് നമ്മൾ ഈ ഗ്രാഫിലൂടെ ഒന്നുകൂടി കാണിക്കുന്നത്. ജിയോജിബ്ര ഉപയോഗിച്ച് എങ്ങനെയാണ് സിമെട്രിയും റിഫ്ലെക്സിവിറ്റിയും കാണിക്കുക, ട്രാൻസിറ്റിവിറ്റിയും കാണിക്കാം അതിലൂടെ. പക്ഷെ ഞാനിപ്പോ മേജർ ആയിട്ട് പറയുക റിഫ്ലെക്സീവ് ആണോ സിമെട്രിക് ആണോ ട്രാൻസിറ്റീവ് നമുക്ക് അതിനകത്ത് പ്രൂവ് ചെയ്യാൻ പറ്റുന്നതാണ്. നോക്കാം. A set of all real numbers R is a subset of R cross R. എന്ന് പറഞ്ഞാൽ എന്താ? ഈ R cross R എന്നുള്ളതാണ് ഒരു പ്ലെയിൻ. ഈ പ്ലെയിനിലെ ആണ് എന്ത് വരുന്നത്? റിയൽ നമ്പേഴ്സിന്റെ എല്ലാ സബ്സെറ്റ്സ് വരിക. R cross R is the set of all points in the plane. നമ്മൾ x ആക്സിസും y ആക്സിസും വരച്ചാൽ ആ പ്ലെയിനിലുള്ള എല്ലാ എലമെന്റ്സും ഏതിന്റെ എലമെന്റ്സ് ആയിരിക്കും? R cross R ലെ എലമെന്റ്സ് ആയിരിക്കും. ജിയോജിബ്രയിലേക്ക് പോകുമ്പോൾ നോക്കിയേ, y ഈക്വൽ ടു x എന്നുള്ള ഗ്രാഫാണ്. y ഈക്വൽ ടു x അല്ലെങ്കിൽ a ഈക്വൽ ടു b. ഇത് റിഫ്ലെക്സീവ് ആണോ നമ്മൾ നോക്കുന്നത് എങ്ങനെയാണ്? ഈ ലൈനിലുള്ള ഓരോ പോയിന്റും അതുമായി റിലേറ്റഡ് ആണോ? y ഈക്വൽ ടു x ആണെങ്കിൽ എന്താണ്? അത് ഓരോ പോയിന്റും റിലേറ്റഡ് ആണ് എന്ന് പറഞ്ഞാൽ നമുക്ക് നോക്കാം. അതൊന്ന് മൂവ് ചെയ്ത് നോക്കാം. എല്ലാ പോയിന്റും അത് തന്നെയാണോ വരുന്നത്? ഇപ്പൊ നോക്കുമ്പോൾ 0.84 കാണുന്നുണ്ട് a. ഇനി അത് ആ പോയിന്റ് എങ്ങോട്ട് പോയാലും നോക്കിയേ 2.09. ഈ ലൈനിലെ ഏത് പോയിന്റിൽ എടുത്താലും അത് എന്തായിരിക്കും? അതിനോട് തന്നെ അത് റിലേറ്റഡ് ആണ്. അപ്പൊ എന്ത് പറയാം? ഈ പോയിന്റ് ഏത് നോക്കിയാലും ഇത് റിലേറ്റഡ് ആണ്. അതുകൊണ്ട് അത് റിഫ്ലെക്സീവ് ആണെന്ന് പറയാം. റിഫ്ലെക്സീവ് ആണെങ്കിൽ അത് അതിനോട് തന്നെ റിലേറ്റഡ് ആണ് എന്ന് പറഞ്ഞാൽ ഈ പോയിന്റ് എന്തിനോട് റിലേറ്റഡ് ആണ്? ഇത് ഈ ലൈൻ റിഫ്ലെക്സീവ് ആണ്, അത് അതിനോട് തന്നെ റിലേറ്റഡ് ആണ്. ഇനി ഈ ലൈനിലെ ഏത് പോയിന്റ് നോക്കാം, അത് സിമെട്രിക് ആണ്. തിരിച്ച് സെയിം എലമെന്റ് ആയതുകൊണ്ട് സിമെട്രിക് ആണ്. 2, 3, 2, 3 സെയിം എലമെന്റ് ആണ്. XY എലമെന്റ് ഓഫ് R, YX എലമെന്റ് ഓഫ് R. ട്രാൻസിറ്റീവ് ആയിരിക്കും. ഈ ഒരു റിലേഷൻ ആണ് റിഫ്ലെക്സീവ് ആണ്, സിമെട്രിക് ആണ്, ട്രാൻസിറ്റീവ് ആണ്. Y ഈക്വൽ ടു X എന്ന് പറയുന്ന റിലേഷൻ
റിഫ്ലെക്സീവ് ആണ്, സിമെട്രിക് ആണ്, ട്രാൻസിറ്റീവ് ആണ്. y equal to x ന്റെ പ്രത്യേകത എന്താണ്? അത് ഇത് നമുക്ക് വേറെ രീതി പറയുവാണെങ്കിൽ ഏത് ഗ്രാഫ് കിട്ടിയാലും റിഫ്ലെക്സീവ് ആണോ എന്ന് നോക്കാൻ അത് ഈ y equal to x എന്നുള്ള ഈ ഒരു ലൈനിന്റെ ആയിട്ട് കോയിൻസൈഡ് ചെയ്യുന്നുണ്ടോ എന്ന് നോക്കിയാൽ മതി. y equal to x എന്നുള്ള ഈ ലൈനുമായി കോയിൻസൈഡ് ചെയ്യുന്നുണ്ടെങ്കിൽ ആ ഗ്രാഫ് റിഫ്ലെക്സീവ് ആയിരിക്കും. സിമെട്രിക് ആണോ നോക്കാൻ y equal to x നുമായിട്ട് ഈക്വൽ ആയിട്ട് സിമെട്രിക് ആയിട്ട് ആ കർവിനെ അല്ലെങ്കിൽ ലൈനിനെ കട്ട് ചെയ്യാൻ പറ്റിയാൽ അത് സിമെട്രിക് ആയിരിക്കും. ഈ രണ്ട് കാര്യങ്ങൾ നമ്മൾ ക്ലിയർ ആയിട്ട് മനസ്സിലാക്കുക. ട്രാൻസിറ്റീവ് പിന്നീട് നമ്മളൊരു സമയത്ത് ഡിസ്കസ് ചെയ്യാൻ കൂടുതലായിട്ട്. ഇനി നോക്കാം, ഇനി അടുത്തൊരു ലൈനിലേക്ക് പോവാണ്. y equal to -x, y equal to -x, y equal to -x ന്റെ ഗ്രാഫാണിത്. ലൈൻ നേരെ തിരിഞ്ഞു വരും. ഇത് റിഫ്ലെക്സീവ് ആണോ? നമുക്ക് നോക്കുമ്പോഴേ കാണാം. റിഫ്ലെക്സീവ് ആവണമെങ്കിൽ ഏതിനോട് കോയിൻസൈഡ് ചെയ്യണം? ഈ പറയുന്ന y equal to x നോട് എന്ന് പറയുന്ന വേറൊരു രീതി ഞാൻ കാണിച്ചു തരാം. ഇതിനകത്തൊരു പോയിന്റ് നമുക്ക് എടുത്ത് നോക്കാം. ഒരു പോയിന്റ് എടുത്താല് ബി എന്നുള്ളൊരു പോയിന്റ് നമുക്ക് ചൂസ് ചെയ്താൽ ബിയുടെ പോയിന്റ്സ് നോക്കുക. -3.58ഉം 3.58ഉം ആണ്. ആ ബിയിലെ പോയിന്റ്സിന്റെ ഏത് പോയിന്റ് എടുത്താലും അതിന്റെ പ്രത്യേകത ഒന്ന് പോസിറ്റീവും ഒന്ന് നെഗറ്റീവും. ഒരിക്കലും അത് അതിനോട് തന്നെ റിലേറ്റഡ് ആവുന്നില്ല. അതുകൊണ്ട് അത് എന്തല്ല, റിഫ്ലെക്സീവ് അല്ല. അല്ലെങ്കിൽ സിമ്പിൾ ആയിട്ട് ഗ്രാഫ് നോക്കിയാൽ എങ്ങനെ പറയാം? ഈ ഒരു ലൈനിനോട്, അതായത് y equal to x നോട് അത് കോയിൻസൈഡ് ചെയ്യുന്നില്ലെങ്കിൽ അത് റിഫ്ലെക്സീവ് അല്ല. ഇനി സിമെട്രിക് ആണെങ്കിലോ ഇവിടത്തെ അതിനൊരു ഇമേജ് കൃത്യമായിട്ട് ഇവിടെ കിട്ടണം. ഈ ലൈനിൽ തന്നെ അതിന്റെ ഒരു റിഫ്ലക്ഷൻ കിട്ടണം. അതിനൊരു സിമെട്രി ആണെങ്കിൽ അതിന്റെ തിരിച്ചുള്ള വാല്യൂ ഇവിടെ തന്നെ കിട്ടണം. നമുക്ക് ബി എന്ന് പറഞ്ഞെടുത്തു. ബി ഡാഷ് അതിന്റെ നേരെ തിരിച്ചുള്ള പോയിന്റ് ആണ് ബി ഡാഷ്. നോക്കിക്കേ, അത് ആ ലൈനിലെ തന്നെ പോയിന്റ് ആണ് ബിയും ബി ഡാഷും. നോക്കുക, അത് ഒരുമിച്ച് എങ്ങനെ നോക്കിയാലും ബിയും ബി ഡാഷും മാത്രമല്ല വരിക. ഈ ലൈൻ ഏത് പോയിന്റ് നോക്കിയാലും ഇത് ശരിയാണ്. അതിന്റെ നേരെ തിരിച്ചുള്ളത് കിട്ടും. അതുകൊണ്ട് സിമെട്രിക് ആണ്. ഇനി മൂന്നാമത്തെ, ഇത് ട്രാൻസിറ്റീവ് ആവോ? രണ്ടെണ്ണം ഉണ്ടെങ്കിൽ 2.2 -2.2 -2.2 2.2 2.2 2.2 ഇതിന്റെ എലമെന്റ് ആയിരിക്കുമോ? ഒരിക്കലും ആവുകയില്ല. കാരണം എന്താ, സെയിം ആയിട്ട് വരികയല്ല. y equal to -x വരുള്ളൂ. അതുകൊണ്ട് അത് എന്തല്ല, ട്രാൻസിറ്റീവ് അല്ല. ഇനി അടുത്ത ഒരു ഗ്രാഫ്, നമ്മൾ പഠിച്ച ഗ്രാഫുകൾ, നമ്മൾ പ്രോബ്ലം ചെയ്ത ഗ്രാഫുകളാണ് ഇതെല്ലാം. അടുത്ത h എന്ന് പറയുന്ന ഒരു ഫംഗ്ഷൻ. h is equal to 3x minus y equal to 0. ഈ ഗ്രീൻ ലൈൻ ആണത്. 3x minus y, y equal to 3x. ഒന്നെടുത്താൽ 3 കിട്ടുന്നത്. അത് കഴിഞ്ഞ് നമ്മൾ അടുത്ത നമ്പർ 3ക്ക് 2 x ന് 2 എന്ന് കൊടുത്താല് ഏത് വരും? അങ്ങനെ വാല്യൂസ് y equal to 3x വെച്ച് നമ്മൾ കണ്ടു. 1 3 ആവും. 3 എടുത്തു കഴിഞ്ഞാൽ 1 ആകിയല്ല. 3 എടുത്താൽ എന്താ വരിക? 3 × 3 ഇങ്ങോട്ട് പോകും, അടുത്ത നമ്പറിലേക്ക് പോകും. അങ്ങനെ പോകുന്നതാണ് 3 ടൈംസ് ആണ് y പോവുക. ഏത് x എടുക്കുന്നോ ആ x × 3 ആണ് y ആകുക. അങ്ങനെയുള്ള ഇത് റിഫ്ലെക്സീവ് അല്ല, ഇതുമായിട്ട് കോയിൻസൈഡ് ചെയ്തിട്ടില്ല. സിമെട്രിക് ആവോ? സിമെട്രിക് ആവുന്നത് എങ്ങനെയാ? ഇവിടെ നോക്കുക, അതിനകത്ത് ഒരു എലമെന്റ് എടുത്ത് നോക്കാം. സി എന്ന് പറയുന്ന ഒരു എലമെന്റ് എടുത്ത് നോക്കി. C3 1 3 1 3 ഇതിലൊരു എലമെന്റ് ആണ്. അതേസമയം 3 1 അതിലെ എലമെന്റ് ആണോ? 3 1 എന്ന് പറയുന്നത് മാറിയാ കിടക്കുക. ഇത് സി, ഇത് സി ഡാഷ്. 3 1 ഇതാണ് 3 1 എന്നുള്ള എലമെന്റ്. അതാ ലൈനിലെ എലമെന്റ് അല്ല. അതുകൊണ്ട് അത് എന്തല്ല, സിമെട്രിക് അല്ല. ഇനി ഇത് ട്രാൻസിറ്റീവും ആകുകയല്ല. അത് നമ്മൾ പ്രൂവ് ചെയ്താണ്. ഇനി അടുത്ത ലൈനിലേക്ക് പോകാം. അടുത്ത കർവ്. ഇതെല്ലാം നമുക്ക് ജിയോജിബ്ര വെച്ച് ഇതെല്ലാം ഈസി ആയിട്ട് പ്രൂവ് ചെയ്യാം. x less than or equal to y നമ്മൾ പഠിച്ചൊരു കർവാണ്. a less than or equal to b പഠിച്ചു. a less than or equal to b square പഠിച്ചു. a less than or equal to b cube പഠിച്ചു. ഇതാണ് a less than or equal to b എന്ന് പറയുന്ന റീജിയൻ. a less than or equal to b, അതായത് ഇത് ആ ലൈനിന് അങ്ങോട്ട് വരുന്നത് റിഫ്ലെക്സീവ് ആണോ? നമുക്ക് കാണുമ്പോഴേ അറിയാം. ഇതാണ് y equal to x എന്നുള്ള ലൈൻ. അതുമായിട്ട് കോയിൻസൈഡ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് 1 1 2 2 3 3 അങ്ങനെയുള്ള ഏത് എലമെന്റ് ഇവിടെ വരുന്നു റിഫ്ലെക്സീവ് ആണ്. സിമെട്രിക് ആവോ? നമുക്കൊരു പോയിന്റ് എടുത്ത് നോക്കാം. സിമെട്രിക് ആവോ? d എന്നുള്ള പോയിന്റ് എടുത്തു. -1 1 അതിന്റെ തിരിച്ചുള്ളത് 1 -1 ഇതിന്റെ എലമെന്റ് ആണോ? -1 1 നോക്കുക. ഇത് d ഡാഷ്, ഇത് -1 1 ഇത് വരുമ്പോ 1 -1 തിരിച്ചെടുക്കുമ്പോ അത് അതിലെ എലമെന്റ് അല്ല. അതുകൊണ്ട് സിമെട്രിക് അല്ല. ഇത് ട്രാൻസിറ്റീവ് ആവോ? ഇത് ട്രാൻസിറ്റീവ് അല്ല. ഈ മൂന്നാമത്തേലേക്ക് പോവാം. അടുത്ത x less than or equal to y square. y square വരുമ്പോ പരാബോളിക് ഷേപ്പ് ആണ്. ഇവിടെ കാണാം, ഇതിവിടെ ഒരു സ്പേസിൽ നമുക്ക് എന്തില്ല, ഈ ഒരു റീജിയൻ എന്തായിട്ട് വന്നിട്ടില്ല, റിഫ്ലെക്സീവ് അല്ല.
അതുകൊണ്ട് റിഫ്ലെക്സീവ് അല്ല. സിമെട്രിക് ആവോ നോക്കുമ്പോൾ ഒറ്റ നോട്ടത്തിന് അറിയാം. 1 2 എലമെന്റ് ഓഫ് ആർ, അതേസമയം 2 1, കാരണം 2 1 എന്നുള്ള പോയിന്റ് ഈ കർവിലെ ഇതിനകത്തെ എലമെന്റ് അല്ല, ഈ റീജിയനിലെ എലമെന്റ് അല്ല, അതുകൊണ്ട് സിമെട്രിക് അല്ല. ഈ ട്രാൻസിറ്റീവ് ആവുമോ നോക്കണമെങ്കിൽ നിങ്ങൾ 3 പോയിന്റ് എടുത്ത് ചെക്ക് ചെയ്ത് നോക്കുക. അടുത്ത ക്വസ്റ്റ്യൻ, x ലെസ് ദാൻ ഓർ ഈക്വൽ ടു y ക്യൂബ്. ഇത് നോക്കിയാൽ കാണാം, ഇവിടെയുള്ള ഇവിടെ മുതൽ ഇവിടെ വരെ, അതാണ് നമ്മൾ അവിടെ എക്സാമ്പിൾ എടുത്തപ്പോൾ 1/2 ഒക്കെ എടുക്കും. നമ്മളിത് റിഫ്ലെക്സീവ് ആകാത്ത എക്സാമ്പിൾ 1 2 3 ഒക്കെ എടുത്താൽ ശരിയായിരുന്നു. ഏത് 1 2 3 എടുത്താലും ശരിയാ. ഇത്രയും ഒരു റീജിയനെ റിഫ്ലെക്സീവ് ആകാതെ വരുള്ളൂ. 0ക്കും 1നും ഇടയ്ക്കുള്ള, അതുകൊണ്ടാണ് 1/2 ഫ്രാക്ഷൻ എടുത്താലേ ശരിയാവുള്ളൂ. അവിടെ റിഫ്ലെക്സീവ് അല്ലാണ്ട് വന്നത് ഇതെല്ലാം, ഇത് രണ്ടെണ്ണത്തിലും അങ്ങനെയാ, ഫ്രാക്ഷൻ ആണ് നമ്മൾ എടുത്തത്. റിഫ്ലെക്സീവ് അല്ല, സിമെട്രിക്കും അല്ല, പിന്നെ എന്തല്ല, ട്രാൻസിറ്റീവ് അല്ല. ഓക്കെ, ഗ്രാഫിക്കൽ റെപ്രസെന്റേഷൻ ആണ്. നമുക്ക് കൂടുതൽ ക്ലാസ് തുടങ്ങി കഴിയുമ്പോൾ കൂടുതൽ ഡീറ്റെയിൽഡ് ആയിട്ട് ഇത് പഠിക്കാം.